ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂട്യൂബുമായി ബന്ധപ്പെട്ട യൂട്യൂബിന്റെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തു. ഏകദേശം 1.3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. യൂട്യൂബിൽ നിന്ന് 2-3 വർഷമായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ വീഡിയോകൾക്കും നല്ല റീച്ച് ഉണ്ട്, നല്ല ഏർണിങ്സ് ഉണ്ട്. വീഡിയോകൾ ഒരുപാട് ചെയ്യാൻ വേണ്ടി പുള്ളിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 1-2 ആളുകളും ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം പുള്ളിയുടെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ആ മോണിറ്റൈസേഷൻ സെറ്റ് ആക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു പ്രശ്നം ഒരാൾ മാത്രമല്ല ഫേസ് ചെയ്യുന്നത്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒത്തിരി പേര് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ മോണിറ്റൈസ് ചെയ്യാനായിട്ടെല്ലാം സെറ്റായി കൊടുത്തു കഴിയുമ്പോൾ മോണിറ്റൈസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് യൂട്യൂബ് റിജക്ട് ചെയ്തു. അപ്പൊ എന്താണ് ഈ ഒരു ഇഷ്യൂ എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണിത്. എന്തുകൊണ്ടാണ് റീയൂസ്ഡ് കണ്ടന്റ് നമ്മുടെ ചാനലിൽ വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകാതെ യൂട്യൂബ് റിജക്ട് ചെയ്തത്? അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങൾ യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് യൂട്യൂബിന്റെ ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. 6 പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 6 പോയിന്റ്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷനിൽ നിന്ന് റിജക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് കൊടുക്കുക. നിങ്ങളുടെ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനൽ ആണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ചാനൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മന്തിന് ശേഷം നമുക്ക് വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത് വീണ്ടും മോണിറ്റൈസേഷൻ റിജക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റീഅപ്ലൈ ചെയ്യാനായിട്ട് 90 ഡേയ്സ് വെയിറ്റ് ചെയ്യേണ്ടതായി വരും. മനസ്സിലായോ? അതായത് 3 മാസം നമ്മൾ വീഡിയോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമുക്ക് ഏർണിങ്സ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോക്ക് ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മളൊരു പുതിയ ചാനൽ യൂട്യൂബിന് മോണിറ്റൈസേഷൻ വേണ്ടി കൊടുക്കുമ്പോൾ, അതായത് 4000 ഓസും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നോക്കുന്നുണ്ടെന്ന് അറിയാം. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് യൂസ്ഡ് കണ്ടന്റിനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മളൊരു പുതിയ ചാനൽ മോണിറ്റൈസേഷൻ വേണ്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ചാനലിന്റെ മെയിൻ തീം എന്താണെന്നുള്ളതാണ്. തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഈ ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ചിലരുടെ കുക്കിംഗ് ചാനൽ, ചിലരുടെ എന്റർടൈൻമെന്റ് കാറ്റഗറിയിലുള്ള കണ്ടന്റുകൾ, ചിലരുടെ ട്രാവലിംഗ് വ്ലോഗ്സ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു തീമാണ്. ഓരോ ചാനലിലും ഓരോ തീമാണ്. അപ്പൊ ഈ തീം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, മിക്സഡ് ആയിട്ടുള്ള എല്ലാം വാരി വലിച്ച് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണോ എന്നൊക്കെ ഉള്ള കാര്യം യൂട്യൂബ് ആദ്യം ചെക്ക് ചെയ്യും. അപ്പൊ അത് ഓക്കെ ആണ്, നമുക്കൊരു തീം ഉണ്ടെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എന്ന് വിചാരിക്കുക. രണ്ടാമതായിട്ട് യൂട്യൂബ് നമ്മുടെ ചാനലിലെ മോസ്റ്റ് വ്യൂഡ് വീഡിയോ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ പുതിയ ചാനലാണെങ്കിലും പഴയ ചാനലാണെങ്കിലും മോണിറ്റൈസേഷന് വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ യൂട്യൂബ് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ കൊണ്ടുവന്ന വീഡിയോയിൽ എവിടെ നിന്നാണ് വ്യൂ വന്നിരിക്കുന്നത്, ജെന്യൂൻ ആയിട്ടുള്ള വ്യൂ ആണോ, വല്ല പെയ്ഡ് വ്യൂ ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ മോസ്റ്റ് വ്യൂഡ് വീഡിയോയിൽ യൂട്യൂബ് ചെക്ക് ചെയ്യും. അതിനുശേഷം മൂന്നാമതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂ വീഡിയോ ഏതാണോ ആ വീഡിയോകൾ ഒരു 10 ചെക്ക് ചെയ്യുമായിരിക്കും. ആ ന്യൂ വീഡിയോസും ചെക്ക് ചെയ്യും. അതിലെന്തെങ്കിലും തരികിടയോ തിരിമറിയോ നമ്മൾ കാണിച്ചിട്ടുള്ളൂ എന്ന് യൂട്യൂബ് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് റിജക്ട് ചെയ്യും. നാലാമതായിട്ട് നമ്മുടെ ചാനലിൽ വന്ന വാച്ച് അവർ അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, ഏതൊക്കെ വീഡിയോകളിൽ നിന്നാണ് വന്നത്, ഈ കാര്യങ്ങളിലൂടെ യൂട്യൂബ് ചെക്ക് ചെയ്യും. അഞ്ചാമതായിട്ട് നമ്മുടെ വീഡിയോയുടെ മെറ്റാ ഡേറ്റ ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷന്, തമ്പനെയിൽസ്, ഇത്രയും കാര്യങ്ങൾ യൂട്യൂബ് പരിശോധിക്കും. ഇതിൽ തമ്പനെയിൽസ് ഒരേപോലെയുള്ള തമ്പനെയിലുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഒരേപോലെയുള്ള ടൈറ്റിലുകൾ വീഡിയോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഡിസ്ക്രിപ്ഷനിൽ ടാഗ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചാനലുകളിൽ മോണിറ്റൈസേഷൻ റിജക്ട് ആവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ മോണിറ്റൈസേഷന് വേണ്ടി കൊടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ. ഇനി 6ാമത്തെ കാര്യമാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന പ്രശ്നം. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ചാനലിൽ തന്നെ, ഇപ്പൊ എന്റെ ഈ ചാനലിൽ ഞാൻ സെയിം വീഡിയോകൾ റിപ്പീറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഒരു വർഷം മുമ്പിട്ട് ഒരു വീഡിയോ അത് എടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ അപ്ലോഡ് ചെയ്തു. അതിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം വീണ്ടും അത് അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരേ വീഡിയോ തന്നെ മാറിയും മറിച്ചും ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് മാറും. അതായത് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്താലും റീയൂസ്ഡ് കണ്ടന്റ് ആണ്. അതായത് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞ് യൂട്യൂബ് നമ്മുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആക്കും. അതേപോലെ മറ്റാരെങ്കിലും അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നമ്മൾ വീണ്ടും ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. ഒരു രീതിയിലുള്ള മാറ്റങ്ങളും ഒരു രീതിയിലുള്ള വാല്യൂ നമ്മൾ അതിൽ കൊടുക്കാതെ നേരെ ഡൗൺലോഡ് ചെയ്യുന്നു, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ വന്നെന്ന് പറഞ്ഞാലും അത് റീയൂസ്ഡ് കണ്ടന്റ് ആണ്. ഇനി നമ്മൾ കുറെ ഫോട്ടോസ് എവിടെന്നെങ്കിലും ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതും റീയൂസ്ഡ് കണ്ടന്റ് ആണ്. അതായത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഇത് എവിടെയാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് നമ്മുടെ വീഡിയോയിൽ വന്നതെന്നുള്ള കാര്യം. പലരുടെയും ചാനൽ മോണിറ്റൈസേഷൻ പോയതിനു ശേഷം എന്നെ കോൺടാക്ട് ചെയ്യുന്നവർ ചോദിക്കുന്ന കാര്യമാണ്, ഈ മോണിറ്റൈസേഷൻ
പോയത് ഏത് വീഡിയോ കാരണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊടുക്കുന്നില്ല. നമുക്ക് മോണിറ്റൈസേഷൻ പോയ വീഡിയോ ഏതാണെന്ന് നമ്മൾ തന്നെ ഇരുന്ന് കണ്ടുപിടിക്കണം. ചിലപ്പം 100 വീഡിയോ ഉള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തിൽ മൊത്തം വീഡിയോയും ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്ത ആളുകളുണ്ട്. മൊത്തം വീഡിയോയും ഡിലീറ്റ് ചെയ്ത് അവസാനം പിന്നെ ആദ്യമായിട്ട് തുടങ്ങേണ്ടതായിട്ട് വന്നു. അതായത് നമ്മളൊരു വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെടത്തില്ല, പക്ഷെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ വാച്ച് ടൈം നമുക്ക് നഷ്ടപ്പെടും. അപ്പം പിന്നെ മോണിറ്റൈസേഷൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വാല്യൂ അതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു വോയിസ് ഓവർ ചാനലാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലയിടങ്ങളിൽ നിന്നുള്ള വീഡിയോ ക്ലിപ്പുകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് അതിനെ കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾ വോയിസ് ഓവർ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. ഈ വോയിസ് ഓവറിനെ നിങ്ങൾ ഈ ക്ലിപ്പുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ക്ലിപ്പ് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ വീഡിയോയിൽ തന്നെ പല പ്രാവശ്യം വരില്ല. ഇതേ ക്ലിപ്പുകൾ എല്ലാ വീഡിയോയിലും റിപ്പീറ്റഡ് ആയിട്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് വരും. ഇപ്പൊ ഞാൻ എന്റെ പല വീഡിയോകളിൽ ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ബി റോൾ ആയിട്ട് കാണിക്കാറുണ്ട്. ഈ ബി റോൾ ഒക്കെ കാണിക്കുന്നത് ഒരേ ക്ലിപ്പുകളാണ്, പക്ഷെങ്കിൽ അത് എന്റെ മെയിൻ വീഡിയോയുടെ ടോപ്പിക് ആ ഒരു വീഡിയോ ക്ലിപ്പ് അല്ല. മനസ്സിലായി? അപ്പൊ അങ്ങനത്തെ കേസുകളിൽ റീയൂസ്ഡ് കണ്ടന്റ് പ്രശ്നമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പം ഒരാൾക്ക് 2 ചാനലുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അതിന് വ്യൂ കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ എന്തെടുക്കും? ആ സെയിം വീഡിയോ എടുത്ത് സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഈ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെങ്കിൽ ആദ്യം നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമേ സെക്കൻഡ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാം. പലരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ആദ്യത്തെ ചാനലിൽ നിന്ന് നേരെ എടുത്തിട്ട് രണ്ടാമത്തെ ചാനലിടും, ആദ്യത്തെ ചാനലും രണ്ടാമത്തെ ചാനലിലും സെയിം വീഡിയോ തന്നെ കിടക്കും. അങ്ങനെ കിടന്ന് ആദ്യം 1-2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഈ പരിപാടി ചെയ്ത് കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവും. അതിനോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾ ഇപ്പം ഉദാഹരണം എന്റെ ചാനലിന്റെ കാര്യം തന്നെ, ഇപ്പൊ എന്റെ ചാനൽ ഞാൻ ഒരേ സീരീസിൽ ഒരു 4-5 വീഡിയോ ചെയ്തു എന്ന് വിചാരിക്കും. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് സെക്കൻഡ് ചാനലുണ്ട്. അപ്പൊ ഞാൻ എന്ത് എടുക്കുന്നു? പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 പാർട്ട് 5 വരെ ഒറ്റ വീഡിയോ ആക്കുന്നു. അതിനുശേഷം അത് നേരെ എടുത്തിട്ട് എന്റെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്തു. അപ്പൊ വേറെ ഒരു മാറ്റവും ഞാൻ ആ വീഡിയോയിൽ വരുന്നില്ല. നേരെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, ഒരുമിച്ച് വെച്ചുകൊണ്ട് അടുത്ത ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാലും റീയൂസ്ഡ് കണ്ടന്റ് ആണ്. അപ്പൊ ഈ പരിപാടിയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഈ യൂട്യൂബ് ചാനലൊക്കെ മോണിറ്റൈസ് ആയിക്കൊണ്ടുവന്നിട്ടുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം ഇത് എല്ലാം കൂടെ അടിച്ചു പോകുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യം നമുക്ക് ഒരു റീയൂസ്ഡ് കണ്ടന്റിന്റെ പ്രോബ്ലം വന്ന് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മന്ത് കൊണ്ട് നമുക്ക് റീഅപ്ലൈ ചെയ്ത് വേണമെങ്കിൽ സെറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ 3 months 90 days നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്. ഈ 90 days ഒരു ഏണിങ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ വീഡിയോകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അപ്ലോഡ് ചെയ്യുക. ആരെങ്കിലും നിങ്ങളുടെ ചാനലിൽ ഈ പറയുന്ന പോലെ റീയൂസ്ഡ് കണ്ടന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനി റീയൂസ്ഡ് കണ്ടന്റിന്റെ പ്രോബ്ലം വന്ന് എന്റെ ചാനലിന്റെ മോണിറ്റൈസേഷൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിത് മാറ്റി സെറ്റ് ആയിക്കോളാം എന്ന് വിചാരിക്കാതെ അങ്ങനെയുള്ള കണ്ടന്റുകൾ ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിന്റെ എഡിറ്ററിൽ കയറിയിട്ട് വീഡിയോകൾ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്ത് ഈ റീയൂസ്ഡ് പ്രശ്നം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് അറിയത്തില്ല. ഇപ്പൊ 100-200 വീഡിയോ ഉള്ള ഒരു ചാനലാണെങ്കിൽ അതിൽ ഏത് വീഡിയോയ്ക്കാണ് ഈ പ്രശ്നം വന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് അറിയാത്തടത്തോളം സ്ഥിതിക്ക് നമ്മൾ എത്ര എഡിറ്റിംഗ് ചെയ്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇത് ശരിയാകില്ല. ചിലപ്പം 200 വീഡിയോയിൽ ഒരു വീഡിയോ ആയിരിക്കും യൂട്യൂബ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ ഡിലീറ്റ് ആയില്ലെങ്കിൽ അത് ഡിലീറ്റ് ആകുന്നിടം വരെ നമ്മൾ ഈ പറയുന്ന റീഅപ്ലൈ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും വീഡിയോകൾ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 1000 ലൈക്കിന്റെ ടാർഗറ്റ് ആണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരും ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുന്നില്ല. എന്താ പറ്റിയതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.